ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളുടെ പാട്ടിനെ പറ്റിയാണ്. ഈ പാട്ട് ആരെഴുതിയതാണ്? പാട്ട് ഞാനാണ് എഴുതിയത്. ഇവരാണ് ട്യൂൺ ചെയ്തത്. ഒരു മുസ്ലിം ടീച്ചർ എഴുതി ഹിന്ദി ടീച്ചർ ട്യൂൺ ഇട്ടത്. കള്ളവും കപടവുമില്ലാത്ത ഈ കുട്ടികളുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ മനസ്സിന് വലിയ സന്തോഷം തോന്നി. വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി ആദ്യഘട്ടത്തിൽ 1000 കോടി രൂപ ഞാൻ അനുവദിക്കുന്നു. യുദ്ധകാല അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ഉടനെ ചെയ്തിരുന്നു. മഴയും വെള്ളപ്പൊക്കവും മൂലം പ്രകൃതി ജനങ്ങൾക്ക് നൽകുന്നത് താൽക്കാലികമാണ്. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ദ്രോഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് പരിണാമഘട്ടങ്ങളിൽ പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഓരോരോ ഘട്ടങ്ങളിലും ബലഹീനതകളെ തിരുത്തിക്കുറിച്ച് കൂടുതൽ ബലവാന്മാരാക്കി വളർത്തുക എന്നത്, ഇതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന അതിശയകരമായ സന്ദേശം. ലെസൺ ആൻഡ് അഡ്വൈസ്. നമ്മളും നമ്മുടെ തെറ്റുകളെ അടുത്ത തലമുറയിലേക്ക് പോകാതെ തിരുത്തണം. മതങ്ങളെ കാരണമാക്കി പല വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ ആൾക്കാരെ അകാരണമായ പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കാറുണ്ട്. ചില യുവജനങ്ങൾ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നത് കാണുന്നുണ്ട്. അതിനെ തടയാൻ സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും പാഠങ്ങൾ അവരെ ചൊല്ലിപ്പഠിപ്പിക്കണം. ഈ കുട്ടികൾ സ്നേഹമുള്ള മനസ്സോടെ വളർന്നു വരുമ്പോൾ കാശ്മീരും ഒരു സ്വർഗഭൂമിയായി മാറും. ഭംഗിയുള്ള ശാന്തസുന്ദരമായ കാശ്മീരിനെ വീണ്ടെടുക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജയ് ഹിന്ദ്. ലാൻഡ് മൈൻസിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ വന്നിട്ടുണ്ട്. ഒരു നിമിഷം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അവരെവിടെ? അവിടെ ഉണ്ട് സർ. നമ്മുടെ ഷെഡ്യൂൾ ഉള്ളതല്ല. പ്രോട്ടോകോൾ അറിഞ്ഞൂടെ? ഗുഡ് ഫോട്ടോ ഓപ്പർച്യൂണിറ്റി. നാളത്തെ ന്യൂസിൽ ഇത് നന്നായി കവർ ചെയ്യും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്താ പേര്? അബ്ദുൾ സലീം. നമസ്കാരം കാവൽക്കാര. മോൻ്റെ പേരെന്താ? ജോസഫ്, റെക്കോർഡിംഗ്. Who is this? SPGയുടെ നെറ്റ്വർക്ക് മൊത്തമായും ഹാക്ഡാണ്. ഇപ്പോൾ നീ ഞാനും മാത്രമാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇനിയും ഒരു ഡെമോ കാട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? റോസാപ്പൂക്കൾ പോലെ എത്ര ഭംഗിയുള്ള